മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാ അന്നാസു നിയാമുൻ, മനുഷ്യന്മാരൊക്കെ ഉറക്കത്തിലാണ്. ഫഇദാ മാതു ഇൻതബഹു, അവർ മരിക്കുമ്പോഴാണ് അവർക്ക് ബോധം വരുന്നത്, അവർ ഉണരുന്നത്. എല്ലാ ആളുകളും ഉറക്കത്തിലാണ്. ഇപ്പൊ നമ്മളൊക്കെ ഉറക്കത്തിലാണ്. മരിച്ചു കഴിഞ്ഞാലാണ് ശരിക്കും ബോധം വരുന്നത്. ഇബ്നുൽ ജൗസി പറയുന്നുണ്ട്, നിന്റെ സമപ്രായക്കാരായ ആളുകൾ അവരുടെ ശൂന്യമായ വീടുകൾ, ആളില്ലാത്ത വീടുകളും സുഹൃത്തുക്കളുടെ മാറിപ്പോയ അവസ്ഥകളും എനിക്ക് വേണ്ടപ്പെട്ട നിന്റെ കൂടപ്പിറപ്പുകാര്, നിന്റെ സുഹൃത്തുക്കൾ അവരുടെ ഖബറുകളും കാണുന്നതിനേക്കാൾ നിനക്ക് എന്ത് ഉപദേശമാണ് എനിക്ക് നൽകാനുള്ളത്? ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നീയും അവരെ പോലെ ആകുമെന്ന് ഇതിൽ നിന്നെല്ലാം നീ മനസ്സിലാക്കുന്നില്ലേ? എന്നിട്ടും മറ്റുള്ളവർക്ക് ഒരു ഉപദേശവുമായി മാറുന്നത് വരെ നിനക്ക് ബോധോദയം ഉണ്ടാകുന്നില്ലല്ലോ. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, അള്ളാഹുവാണ് സത്യം, ഇത് തികഞ്ഞ വിഡ്ഢികളുടെ സ്വഭാവം തന്നെയാണ്. ശൂന്യമായ വീടുകളും നമ്മുടെ സമപ്രായക്കാരായ ആളുകളെ ഖബറുകളും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരുടെ മാറിപ്പോകുന്ന അവസ്ഥകളൊക്കെ കാണുമ്പോൾ നമുക്ക് ബോധം വരുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ബോധം വരിക? പ്രിയപ്പെട്ടവരെ, ഖബർസ്ഥാനിലേക്ക് പോയിട്ടുണ്ടോ? ഖബർസ്ഥാൻ നമ്മൾ കണ്ടിട്ടില്ലേ? ആ ഖബർസ്ഥാനിലേക്ക് പോകുമ്പോൾ അവിടെ കാണുന്നത് എല്ലാവരും നമ്മളെ പ്രായക്കാരല്ല. പ്രസവിച്ച ഉടനെ മരിച്ച കുട്ടിയുടെ ഖബറുണ്ട്, 2 മാസം പ്രായമായ കുട്ടിയുടെ ഖബറുണ്ട്, 5 വയസ്സായ കുട്ടിയുടെ ഖബറുണ്ട്, 50 വയസ്സായ ഉപ്പയുടെ ഖബറുണ്ട്, 15, 35, 45 വയസ്സായ ചെറുപ്പക്കാരെ ഖബറുണ്ട്, 95 വയസ്സായ പ്രായമായ ഉപ്പയുടെ ഖബറുണ്ട്. ഇതൊക്കെ കാണുമ്പോഴും നിനക്ക് ബോധം വരുന്നില്ലേ? നീ എപ്പോഴാണ് ഉണരുക? മനുഷ്യന്മാരിപ്പോഴും ഉറക്കത്തിലാണ്, അശ്രദ്ധയിലാണ്. മരിച്ചു കഴിഞ്ഞാലേ മനുഷ്യൻ ഉണരുന്നുള്ളൂ. നമ്മൾ ഇനിയും ഉണരേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് റബ്ബിനെ മനസ്സിലാക്കിക്കൊണ്ട് ഞാനും നാളെ ഖബറിലേക്ക് എത്താനുള്ളവനാണ്. എന്റെ അവസ്ഥയും എന്തായിരിക്കും? എന്റെ കൂട്ടുകാരൻ, എന്റെ കൂടെ പഠിച്ചവൻ, അവൻ മരണപ്പെട്ടു പോയി, ഞാനും അവനെ പോലെ മരിക്കാനുള്ളവനാണ് എന്ന ബോധത്തോടുകൂടെ നമ്മൾ ജീവിച്ചാൽ നമ്മൾ ആഖിറം രക്ഷപ്പെടുത്താൻ കഴിയും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ മലീമസമായ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും ദീൻ നമ്മുടെ കൈകളിൽ ഭദ്രമാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അല്ലാഹു തആല നമ്മുടെ ഈമാൻ സലാമത്താക്കി തിരുമാറാവട്ടെ. ഖൈറായ രൂപത്തിൽ ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്കും ബന്ധങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ.